ESS ട്രാവൽ വീഡിയോസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുള്ളത് തുർക്കിയിലെ പമുക്കല എന്ന സ്ഥലത്താണ്. ഇപ്പോൾ പമുക്കല നിന്നും കപ്പഡോക്യ എന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഇത് ഒരു ദീർഘദൂര യാത്രയാണ്. ഏകദേശം 12 മണിക്കൂർ നീണ്ട യാത്ര. ഈ യാത്രയിൽ ഞങ്ങൾ കോനിയ എന്ന നഗരവും അവിടെയുള്ള കാഴ്ചകളും കണ്ടാണ് പോകുന്നത്. കോനിയ തുർക്കിയിലെ മധ്യ അനറ്റോലിയയിലുള്ള ഒരു നഗരമാണ്. അതായത് ഏഷ്യ മൈനറിലുള്ള നഗരം. ഏഷ്യ മൈനർ എന്നാൽ ഏഷ്യൻ വൻകരയുടെ പടിഞ്ഞാറേ അരികിലുള്ള വിസ്തൃതമായ ഒരു ഉപദ്വീപാണ്. ഈ കാണുന്നത് ഒരു കൃഷിയിടമാണ്. ആ മഞ്ഞ നിറത്തിൽ കാണുന്നത് മത്തൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ കണിവെള്ളരി പോലിരിക്കും, പക്ഷെ പഴുത്താൽ മധുരമുണ്ടാകും. ഇത് മിക്ക ഭക്ഷണത്തിൻ്റെ കൂടെയും ഉണ്ടാകാറുണ്ട്. യാത്രയുടെ വിരസത അകറ്റാൻ നമ്മുടെ കലാകാരന്മാരും കലാകാരികളും അവരുടെ പ്രകടനം തുടങ്ങിയിട്ടുണ്ട്. അത് ഒന്ന് കണ്ടു നോക്കാം. എന്തെങ്കിലും ഒരു പെണ്ണ് പറയാ ഇതൊക്കെ തുടങ്ങി വെച്ച ഒരാളെ കാണാനില്ലല്ലേ? ആ തുടങ്ങി വെച്ച ഒരാളെ കാണാനില്ല. ഇതൊക്കെ തുടങ്ങി വെച്ച ആളെവിടെ? വാക്കുരുവി വരക്കുരുവി ആരൊക്കെ ഓർമ്മയാണല്ലോ പാട്. നേരത്തെ പാടിയൊന്നും ഓർമ്മയാണല്ലോ.
നമ്മൾ കോന്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബൈസന്റൈൻ കാലഘട്ടത്തിൽ വാണിജ്യ സംഘങ്ങളുടെ ഒരു വഴിത്താവളമായാണ് കോന്യ നഗരം വികസിച്ചത്. പ്രസിദ്ധമായ സിൽക്ക് റൂട്ടിലുള്ള ഈ ഇടത്താവളം വളരെ പ്രശസ്തമായിരുന്നു. അസംഖ്യം മുസ്ലിം പള്ളികൾ ഉള്ള നഗരമായതിനാൽ ഇസ്ലാമിൻ്റെ കോട്ട എന്നും കോന്യ നഗരം അറിയപ്പെടുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ കയറി. അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ കോന്യയിലുള്ള സൂഫിസത്തിൻ്റെ ആസ്ഥാനത്ത് എത്തി. ഇടതുവശത്ത് കാണുന്നത് ട്രാമുകൾ കടന്നു പോകുന്ന റോഡാണ്. നല്ല നിലവാരമുള്ളവയാണ് തുർക്കിയിലെ ട്രാമുകളും സ്റ്റേഷനുകളും. ഇരുഭാഗത്തേക്കും കൃത്യമായ ഇടവേളകളിൽ ട്രാമുകൾ കടന്നുപോകും. നേരത്തെ പറഞ്ഞതുപോലെ തുർക്കി യൂറോപ്പിലും ഏഷ്യയിലുമായി കിടക്കുന്ന ഒരു രാജ്യമായതിനാൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ളവയാണ്. ഇത് ഒരു ട്രാം സ്റ്റേഷനാണ്. ഇപ്പോൾ ഞങ്ങൾ സൂഫിസത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായ കോന്യയിലെ മൗലാന മ്യൂസിയവും റൂമിയുടെ ശവകുടീരവുമുള്ള കോംപ്ലക്സിൻ്റെ പ്രവേശന കവാടത്തിലെത്തി. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മൗലാന ജലാലുദ്ദീൻ റൂമി എന്ന പേർഷ്യൻ കവിയും സൂഫി സന്യാസിയും പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് ഇത്. ഇസ്ലാം മതത്തിലെ യോഗാത്മ ആത്മീയധാരയാണ് സൂഫിസം. ഇസ്ലാം മതത്തിൻ്റെ മൗലിക ആചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംഗീതവും നൃത്തവും ഉൾപ്പെടെയുള്ള കലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആരാധനാ രീതിയാണ് സൂഫിസം. ഇവരുടെ കറങ്ങിക്കൊണ്ടുള്ള നൃത്തം ശ്രദ്ധേയമാണ്. അത് കാണണമെങ്കിൽ മുൻ എപ്പിസോഡായ ക്രൂയിസ് ഡിന്നർ എന്ന വീഡിയോ കാണുക. സൂഫിസം ഉണ്ടായതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. നബിക്ക് മുമ്പും സൂഫിസം ഉണ്ടായിരുന്നതായി വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മൗലാന ജലാലുദ്ദീൻ മുഹമ്മദ് റൂമി എന്ന സൂഫി സന്യാസിയാണ് ഈ സൂഫിസം ലോകം മുഴുവൻ പ്രചരിക്കുന്ന തലത്തിലേക്ക് മാറ്റിയത്. AD 1207 ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലുള്ള ബൾക്ക് എന്ന സ്ഥലത്താണ് റൂമി ജനിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ആസ്ഥാനം ഈ കാണുന്ന സ്ഥലത്തായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കവിതകളും മറ്റു രചനകളും ഒട്ടേറെ ലോക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. AD 1215-നും 1220-നും ഇടയിലുണ്ടായ മംഗോളിയൻ പടയോട്ടത്തെ തുടർന്ന് റൂമിയും അദ്ദേഹത്തിൻ്റെ പിതാവും ഉൾപ്പെടെ കുടുംബസമേതം അഫ്ഗാൻ വിട്ടു. അദ്ദേഹത്തിൻ്റെ പിതാവും ഒരു സൂഫി സന്യാസിയായിരുന്നു. മെക്കയിലെ തീർത്ഥാടനത്തിന് ശേഷം AD 1228 തുർക്കിയിലെ കോന്യയിൽ താമസം ഉറപ്പിച്ചു. 1238 പിതാവിൻ്റെ മരണത്തെ തുടർന്ന് അലപ്പോയിലും ദമാസ്കസിലുമായി ജലാലുദ്ദീൻ പഠനം പൂർത്തിയാക്കി. 1244 പ്രശസ്തനായ സൂഫി മുഹമ്മദ് ഷംസ് തബ്രീസിയുടെ ശിഷ്യനായി. 1247 തബ്രീസി മരണമടഞ്ഞതോടെ റൂമി വളരെ ദുഃഖിതനാവുകയും തുടർന്ന് ലൗകിക ജീവിതം അവസാനിപ്പിച്ച് ധ്യാനത്തിൽ മുഴുകുകയും ചെയ്തു. അക്കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ രചനകളിലൊന്നായ മസ്നവിയെ മനവി എന്ന രചന നടത്തിയത്. 1273 അദ്ദേഹത്തിൻ്റെ 66-ാം വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. റൂമിയുടെയും ശവകുടീരം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ശവകുടീരത്തിനടുത്തായി ഇവിടെ തന്നെയാണുള്ളത്. ഈ ശവകുടീരത്തിന് ഹരിത ശവകുടീരം എന്നും പേരുണ്ട്.
ഇവിടുത്തെ തുലിപ് ഗാർഡൻ പ്രശസ്തമാണ്. അത് സീസണിൽ കാണാൻ ഏറെ ഭംഗിയുള്ളതാണ്. ഇവിടെ ധാരാളം വിശ്വാസികൾ പ്രാർത്ഥിക്കാനായി എത്തിച്ചേരാറുണ്ട്. ഇസ്ലാം മതത്തിലെ സുന്നി വിഭാഗക്കാരാണ് സൂഫിസത്തിൽ വിശ്വസിക്കുന്നവരിൽ ഏറെയും. മറ്റുള്ളവർ ഈ ആരാധനാ രീതിയെ അംഗീകരിക്കുന്നില്ല. അതിമനോഹരമാണ് ഈ മ്യൂസിയവും പള്ളിയും മറ്റും. ഇതിൻ്റെ നിർമ്മാണ രീതി മറ്റു മോസ്കുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഈ കാണുന്നത് സൂഫി നൃത്തത്തിൻ്റെ മാതൃകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് പുരാതന കാലത്തെ ഒരു വാണിജ്യ ഇടത്താവളത്തിലേക്കാണ്. ഈ കാണുന്നതാണ് പുരാതന കാലത്തെ വാണിജ്യ ഇടത്താവളം. സിൽക്ക് റൂട്ടിലുള്ള ഒരു പ്രധാന ഇടത്താവളമായിരുന്നു കോന്യ. കോന്യ എന്ന പട്ടണം വികസിച്ചത് തന്നെ ഈ ഇടത്താവളവുമായി ബന്ധപ്പെട്ടാണ്. അകത്തു കയറി ഷൂട്ട് ചെയ്യുന്നതിന് 10 ലിറ വേണമെന്നാവശ്യപ്പെട്ടതിനാൽ ഞാൻ അകത്ത് കയറി ഷൂട്ട് ചെയ്തില്ല. 10 ലിറ നൽകി ഷൂട്ട് ചെയ്യാൻ മാത്രം ഒന്നും തന്നെ അവിടെ ഇല്ല. അകത്ത് സാധാരണയായി ഇത്തരം സ്ഥലങ്ങളിൽ കാണാറുള്ള വിശ്രമ സ്ഥലവും സാധനങ്ങൾ വയ്ക്കുന്നതിനും മൃഗങ്ങളെ കെട്ടിയിടുന്നതിനുമൊക്കെയുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങൾ ആണ് ഇതിനകത്തും ഉള്ളത്. യാത്ര തുടരുകയാണ്. ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. യാത്രയിലെ വിരസത അകറ്റാൻ കലാപരിപാടികൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ എത്തി. കപ്പഡോക്യയിലുള്ള ഒരു 5 സ്റ്റാർ കേവ് ഹോട്ടലാണ് ഇത്. പിറ്റേന്ന് അതിരാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ഹോട്ട് എയർ ബലൂൺ റൈഡ് നടത്തി തിരികെ ഹോട്ടൽ എത്തിയ ശേഷമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഹോട്ട് എയർ ബലൂണിൻ്റെ റൈഡിൻ്റെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇപ്പോൾ കപ്പഡോക്യ എന്ന സ്ഥലത്തെ അത്ഭുത കാഴ്ചയായ കേവ് ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ കാണാം. അഗ്നിപർവ്വത സ്ഫോടനത്താൽ ഉണ്ടായ ലാവ ഉറഞ്ഞ് രൂപപ്പെട്ട മലകൾ തുരന്നുണ്ടാക്കിയിട്ടുള്ള പണ്ടുകാലത്തെ വീടുകളാണ് ഇപ്പോൾ ഹോട്ടലുകൾ ആക്കിയിട്ടുള്ളത്. പണ്ടുകാലത്ത് ജനങ്ങൾ താമസിച്ചിരുന്ന വീടുകളാണ് ഇവ. മല തുരന്ന് വീടുകൾ നിർമ്മിച്ചാണ് അക്കാലത്ത് ആളുകൾ താമസിച്ചിരുന്നത്. ഇവ പുറമെ ഹാർഡാണെങ്കിലും ഉൾവശം സോഫ്റ്റ് ആയതിനാൽ അവ കർവ് ചെയ്ത് മുറികൾ ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞിരുന്നു. മനോഹരവും അത്ഭുതവുമാണ് ഈ നിർമ്മിതികൾ. പഴയ നിർമ്മിതികൾക്കോടൊപ്പം തന്നെ പഴമ തോന്നിക്കുന്ന വിധത്തിലുള്ള പുതിയ നിർമ്മിതികളും ഇതിലോട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. മുറികളുടെ മുൻവശം ചെടികളും മറ്റും വച്ച് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. മുറികളിലേക്കുള്ള വഴികൾ കല്ലുപാകി ഗംഭീരമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ മുറിയിലേക്ക് നടക്കുകയാണ്. ഓരോ താമസ സ്ഥലവും വെവ്വേറെയുള്ള നിർമ്മിതികളാണ്. അതായത് പല വീടുകൾ ഒത്തുചേർന്ന് ഒരു ഹോട്ടൽ ആക്കിയിരിക്കുന്നു. അവയിലേക്ക് ഭംഗിയുള്ള വഴികളും കൈവരികളും നിർമ്മിച്ച് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. മലയുടെ പല തട്ടുകളിലായാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്.
ഈ ഹോട്ടലിനോടനുബന്ധിച്ചൊരു റെസ്റ്റോറൻറ്റും ടൂറിസ്റ്റുകൾക്ക് പുറത്തിരുന്ന് വിശ്രമിക്കുന്നതിനുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഇതാണ് ഞങ്ങൾ താമസിച്ച വീടിൻ്റെ മുൻഭാഗം. പുറത്ത് കസേരയും ടീപ്പോയും ഉണ്ട്. 108 ആംബുലൻസ് വിളിക്കുന്നതിനുള്ള നമ്പറാണെങ്കിലും ഒരു നല്ല വീട് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ വീട്ടിലാണ് ഞങ്ങൾ ഇന്നലെ കിടന്നുറങ്ങിയത്. സാമാന്യം നല്ല തണുപ്പുണ്ടായിരുന്നതിനാൽ സുഖമായി കിടന്നുറങ്ങി. അതുകൊണ്ടാണ് ഈ വീട് ഇന്നലെ കാണിക്കാത്തത്. ആദ്യം കയറുന്നത് ഒരു സിറ്റ് ഔട്ട് മാതൃകയിലുള്ള മുറിയാണ്. ഇതിൽ അത്യാവശ്യം കസേരകളും മറ്റു ഫർണിച്ചറുകളും ഉണ്ട്. അവ പഴയ കാലത്തെ ഫർണിച്ചറുകളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ളവയാണ്. അവിടെ നിന്നും ബെഡ്റൂമിലേക്ക് ഒരു ഓപ്പണിംഗ് ആണ്. ഡോറില്ല. അതിവിശാലമാണ് ബെഡ്റൂം. ചുവരുകൾക്ക് പഴമ നിലനിർത്താൻ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. ചുവരുകൾ ഒരു പ്രത്യേക രീതിയിൽ തുരന്ന് അതിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പണ്ടുകാലത്ത് റാന്തൽ പോലുള്ള വിളക്കുകൾ വച്ചിരുന്ന സ്ഥലമായിരിക്കും അത്. അല്ലെങ്കിൽ സാധനങ്ങളും മറ്റും വയ്ക്കുന്നതിനുള്ള അലമാരകൾക്ക് പകരം ഉള്ളവയായിരിക്കും. മുറിയിൽ ചെറിയ ഒരു അലമാരയും ഒരു ടീപ്പോയും ഒരു പഴയ ഫോണും ഉണ്ട്. വിശാലമാണ് ബാത്റൂം. അതിലൊരു ബാത്ത് ടബും ഒരു വാട്ടർ ക്ലോസറ്റും പിന്നെ കുളിക്കുന്നതിനുള്ള ഷവർ ഏരിയയും ഉണ്ട്. കൂടാതെ ഈ മുറിയിൽ ഒരു വാഷ് ബേസിനും വലിയൊരു മിററും ഉണ്ട്. ഇത് ഹോട്ടലിന് പുറത്തുള്ള കാഴ്ചയാണ്. വീടുകളിൽ മുന്തിരി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കണ്ട. അടുത്ത എപ്പിസോഡ് അടുത്ത ശനിയാഴ്ച. അതുവരെയും ഗുഡ് ബൈ.